എസ്ര 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദാര്യാവേശ് രാജാവ് കൽപ്പന കൊടുത്ത പ്രകാരം അവർ ബാബേലിൽ ഭണ്ഡാരം സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന രേഖാശാലയിൽ പരിശോധന കഴിച്ചു. അവർ മേദ്യ സംസ്ഥാനത്തിലെ അമ്മേധ രാജധാനിയിൽ ഒരു ചുരുൾ കണ്ടെത്തി. അതിൽ ജ്ഞാപകമായിട്ട് എഴുതിയിരുന്നതെന്നാൽ, കോരശ് രാജാവിന്റെ 1-ാം ആണ്ടിൽ കോരേശ് രാജാവ് കൽപ്പന കൊടുത്തത്, യെരുശലേമിലെ ദൈവാലയം യാഗം കഴിക്കുന്ന സ്ഥലമായി പണിയണം. അതിന്റെ അടിസ്ഥാനങ്ങൾ ഉറപ്പായിട്ട് ഇടേണം. അതിന് 60 മുഴം ഉയരവും 60 മുഴം വീതിയും ഉണ്ടായിരിക്കണം. വലിയ കല്ലുകൊണ്ട് 3 വരിയും പുതിയ ഉത്തരങ്ങൾ കൊണ്ട് 1 വരിയും ഉണ്ടായിരിക്കണം. ചെലവ് രാജാവിന്റെ ഭണ്ഡാരഗൃഹത്തിൽ നിന്ന് കൊടുക്കണം. അതുകൂടാതെ നെബൂഖദ്നേസർ യെരുശലേമിലെ ദൈവാലയത്തിൽ നിന്ന് എടുത്തു ബാബേലിലേക്ക് കൊണ്ടുവന്ന ദൈവാലയം വക പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ മടക്കിക്കൊടുക്കുകയും അവ യെരുശലേമിലെ മന്ദിരത്തിൽ അതതിന്റെ സ്ഥലത്ത് വരുവാൻ തക്കവണ്ണം ദൈവാലയത്തിൽ വെക്കുകയും വേണം. ആകയാൽ നദിക്കു അക്കരെ ദേശാധിപതിയായ തക്നായിയെ ശെഥാർ ബോസ്നിയെ, നിങ്ങളും നദിക്കക്കരെയുള്ള അഫർസ്യരായ നിങ്ങളുടെ കൂട്ടക്കാരും അവിടെ നിന്ന് അകന്നു നിൽക്കണം. ഈ ദൈവാലയത്തിന്റെ പണിക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. യഹൂദന്മാരുടെ ദേശാധിപതിയും യഹൂദന്മാരുടെ മൂപ്പന്മാരും ഈ ദൈവാലയം അതിന്റെ സ്ഥാനത്ത് തന്നെ പണിയട്ടെ. ഈ ദൈവാലയം പണിയേണ്ടതിന് നിങ്ങൾ യഹൂദന്മാരുടെ മൂപ്പന്മാർക്ക് ചെയ്യേണ്ടുന്നതിനെക്കുറിച്ച് ഞാൻ കൽപ്പിക്കുന്നതെന്നാൽ, നദിക്കു അക്കരെ പിരിയുന്ന കരമായ രാജാവിന്റെ മുതലിൽ നിന്ന് ആ ആളുകൾക്ക് കാലതാമസം കൂടാതെ കൃത്യമായി ചെലവ് കൊടുക്കേണ്ടതാകുന്നു. അവർ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് സൗരഭ്യവാസനയുള്ള യാഗം അർപ്പിക്കേണ്ടതിനും രാജാവിന്റെയും അവന്റെ പുത്രന്മാരുടെയും ക്ഷേമത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിനും സ്വർഗ്ഗത്തിലെ ദൈവത്തിനും ഹോമയാഗം കഴിപ്പാൻ അവർക്ക് ആവശ്യമുള്ള കാളക്കിടാക്കൾ, ആട്ടുകൊറ്റന്മാർ, കുഞ്ഞാടുകൾ, കോതമ്പ്, ഉപ്പ്, വീഞ്ഞ്, എണ്ണ എന്നിവയും യെരുശലേമിലെ പുരോഹിതന്മാർ പറയും പോലെ ദിവസം പ്രതി കുറവ് കൂടാതെ കൊടുക്കേണ്ടതാകുന്നു. ആരെങ്കിലും ഈ കൽപ്പന മാറ്റിയാൽ അവന്റെ വീട്ടിന്റെ ഒരു ഉത്തരം വലിച്ചെടുത്ത് നാട്ടി അതിന്മേൽ അവനെ തൂക്കിക്കളയുകയും അവന്റെ വീട് അത് നിമിത്തം കുപ്പക്കുന്ന് ആക്കിക്കളയുകയും വേണം എന്നും ഞാൻ കൽപ്പന കൊടുക്കുന്നു. ഇത് മാറ്റുവാനും യെരുശലേമിലെ ഈ ദൈവാലയം നശിപ്പിപ്പാനും തുനിയുന്ന ഏത് രാജാവിനും ജനത്തിനും തന്റെ നാമം അവിടെ വസിക്കുമാറാക്കിയ ദൈവം നിർമ്മൂലനാശം വരുത്തും. ദാര്യാവേശായ ഞാൻ കൽപ്പന കൊടുക്കുന്നു. ഇത് ജാഗ്രതയോടെ നിവർത്തിക്കേണ്ടതാകുന്നു. അപ്പോൾ നദിക്ക് ഇക്കരെയുള്ള ദേശാധിപതിയായ തക്നായിയെയും ശെഥർ ബോസ്നായിയെയും അവരുടെ കൂട്ടക്കാരും ദാര്യാവേശ് രാജാവ് കൽപ്പന അയച്ചതുപോലെ തന്നെ ജാഗ്രതയോടെ ചെയ്തു. യഹൂദന്മാരുടെ മൂപ്പന്മാർ പണിത് ഹഗായി പ്രവാചകനും ഇദ്ദോവിന്റെ മകനായ സെക്കരിയാവും പ്രവചിച്ചതിനാൽ അവർക്ക് സാധിച്ചും വന്നു. അവർ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരവും കോരശിന്റെയും ദാര്യാവേശിന്റെയും പാർസി രാജാവായ അർത്തഹ്ശഷ്ടാവിന്റെയും കൽപ്പന പ്രകാരം അത് പണിതു തീർത്തു. ദാര്യാവേശ് രാജാവിന്റെ വാഴ്ചയുടെ 6-ാം ആണ്ടിൽ ആദാർ മാസം 3-ാം തീയതി ഈ ആലയം പണിതു തീർന്നു. ഇസ്രായേൽ മക്കളും പുരോഹിതന്മാരും ലേവ്യരും ശേഷം പ്രവാസികളും സന്തോഷത്തോടെ ഈ ദൈവാലയത്തിന്റെ പ്രതിഷ്ഠ കഴിച്ചു. ഈ ദൈവാലയത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് 100 കാളയെയും 200 ആട്ടുകൊറ്റനെയും 400 കുഞ്ഞാടിനെയും ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം എല്ലാ ഇസ്രായേലിനും വേണ്ടി പാപയാഗത്തിനായി 12 വെള്ളാട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. മോശെയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ അവർ യെരുശലേമിലുള്ള ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് പുരോഹിതന്മാരെ കൂറുകൂറായും ലേവ്യരെ തരംതരമായി നിർത്തി. 1-ാം മാസം 14-ാം തീയതി പ്രവാസികൾ പെസഹ ആചരിച്ചു. പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ഒരുപോലെ ശുദ്ധീകരിച്ചിരുന്നു. എല്ലാവരും ശുദ്ധിയുള്ളവരായിരുന്നു. അവർ സകല പ്രവാസികൾക്കും തങ്ങളുടെ സഹോദരന്മാരായ പുരോഹിതന്മാർക്കും തങ്ങൾക്കും വേണ്ടി പെസഹ ആർത്തു. അങ്ങനെ പ്രവാസത്തിൽ നിന്ന് മടങ്ങിവന്ന ഇസ്രായേൽ മക്കളും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിന് ദേശത്തെ ജാതികളുടെ അശുദ്ധിയെ വെടിഞ്ഞു വന്നവർ ഒക്കെയും പെസഹ തിന്നു. യഹോവ അവരെ സന്തോഷിപ്പിക്കുകയും ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന്റെ ആലയത്തിന്റെ പണിയിൽ അവരെ സഹായിക്കേണ്ടതിന് അശ്ശൂർ രാജാവിന്റെ ഹൃദയത്തെ അവർക്ക് അനുകൂലമാക്കുകയും ചെയ്തതുകൊണ്ട് അവർ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ 7 ദിവസം സന്തോഷത്തോടെ ആചരിച്ചു.